അടിസ്ഥാനരഹിതമായ എന്താരോപണങ്ങളും ആർക്കുമേലും ചെലുത്താൻ ബി.ജെ.പിക്ക് ഒരു മടിയുമില്ല. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളായിരുന്നവർക്കെതിരെ വ്യക്തിഹത്യ നടത്തുക എന്നതാണ് അവരുടെ നയം. ജീവിച്ചിരിക്കുന്നവരെന്നോ മരണപ്പെട്ടവരെന്നോ വ്യത്യാസമില്ലാതെ രാജ്യദ്രോഹ കുറ്റം വരെ ഓരോരുത്തർക്കും മേൽ അടിച്ചേൽപ്പിക്കുക എന്നതാണ് ബി.ജെ.പിയുടെ അജണ്ട. പൊതുമധ്യത്തിൽ വെച്ച് വരെ അത്തരം ആരോപണങ്ങൾ വിളിച്ചു കൂവാനും ഇക്കൂട്ടർക്ക് മടിയില്ല. കഴിഞ്ഞ ദിവസം ബി.ജെ.പി എം പി നിഷികാന്ത് ദുബെ ലോക്സഭയിൽ ഒരു പരാമർശം നടത്തി. ഒഡീഷ മുൻ മുഖ്യമന്ത്രി ബിജു പട്നായിക്കിനെതിരെയാണ് നിഷികാന്ത് ദുബെ വിവാദ പരാമർശം നടത്തിയത്. പാർലമെന്റിൽ അക്കാര്യം അവതരിപ്പിക്കുമ്പോൾ കുറഞ്ഞത് സ്വന്തം പാർട്ടിയെങ്കിലും പിന്തുണ നൽകുമെന്നായിരുന്നു എം പിയുടെ വിശ്വാസം. പക്ഷേ മുന്നണി പോലും എം പിയെ സംഭവത്തിൽ തള്ളിപ്പറഞ്ഞു. 1962 ഇന്ത്യ ചൈന യുദ്ധകാലത്ത് മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനും അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA-ക്കും ഇടയിലുള്ള കണ്ണിയായി ബിജു പട്നായിക് പ്രവർത്തിച്ചു എന്നായിരുന്നു ദുബെയുടെ ആരോപണം. പരാമർശം വന്നതോടെ ബി.ജെ.പിക്ക് അകത്തുനിന്നും പുറത്തുനിന്നും ഒരേപോലെ വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് എം പിക്ക് നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. ബിജു പട്നായിക്കിനെ അപമാനിച്ചു എന്നാരോപിച്ച് ബിജു ജനതാദൾ തിങ്കളാഴ്ച രാജ്യസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇതിന് മുന്നോടിയായി ഞായറാഴ്ച തന്നെ ബി.ജെ.ഡി എം പി സസ്മിത് പത്ര IT കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗത്വം രാജിവെച്ചിരുന്നു. ബിജു പട്നായിക്കിനെ പോലൊരു നേതാവിനെ അപമാനിച്ച സാഹചര്യത്തിൽ നിഷികാന്ത് ദുബെ അധ്യക്ഷനായ കമ്മിറ്റിയിൽ തുടരുന്നത് ഉചിതമല്ലെന്ന നിലപാടിലായിരുന്നു സസ്മിത് പത്ര. വിവാദ പരാമർശത്തോടെ ദുബെക്കെതിരെ ബി.ജെ.പിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനമുയർന്നത് ബി.ജെ.പി നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ലോക്സഭയിലെ ബി.ജെ.പി എം പി ബൈജയന്ത് പാണ്ഡ നിഷികാന്ത് ദുബെയുടെ പേരെടുത്ത് പറയാതെ തന്നെ ഈ പരാമർശങ്ങൾ അങ്ങേയറ്റം പരിഹാസ്യവും വസ്തുതാവിരുദ്ധവുമാണെന്ന് പറഞ്ഞു. ബിജു പട്നായിക്കിന്റെ ദേശസ്നേഹത്തെ ചോദ്യം ചെയ്യുന്നത് അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒഡീഷയുടെ മുൻ മുഖ്യമന്ത്രിയും ബിജു പട്നായിക്കിന്റെ മകനുമായ നവീൻ പട്നായിക് വളരെ രൂക്ഷമായ ഭാഷയിലാണ് ദുബെയ്ക്ക് മറുപടി നൽകിയത്. ഇത്തരം അസംബന്ധങ്ങൾ പറയുന്ന ദുബെയ്ക്ക് മാനസിക രോഗ വിദഗ്ധന്റെ ചികിത്സ ആവശ്യമാണെന്ന് അദ്ദേഹം ഭുവനേശ്വറിൽ പറഞ്ഞു. 1962 ചൈനീസ് ആക്രമണ സമയത്ത് ബിജു പട്നായിക്കിന് പ്രധാനമന്ത്രി നെഹ്റു തന്റെ ഓഫീസിന് തൊട്ടടുത്ത് തന്നെ ഒരു ഓഫീസ് അനുവദിച്ചിരുന്നുവെന്നും പ്രതിരോധ തന്ത്രങ്ങൾ മെനയുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചിരുന്നുവെന്നും നവീൻ പട്നായിക് ഓർമ്മിപ്പിച്ചു. അന്ന് തനിക്ക് 13 വയസ്സായിരുന്നുവെന്നും ചൈനീസ് ആക്രമണത്തിൽ ബിജു പട്നായിക് എത്രത്തോളം പ്രകോപിതനായിരുന്നുവെന്നും രാജ്യത്തെ സംരക്ഷിക്കാൻ അദ്ദേഹം എത്രത്തോളം പരിശ്രമിച്ചുവെന്നും താൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും നവീൻ പട്നായിക് കൂട്ടിച്ചേർത്തു. എന്നാൽ ആരോപണങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകാൻ നിഷികാന്ത് ദുബെ തയ്യാറല്ല. തനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നാണ് ദുബെയുടെ പക്ഷം. നെഹ്റു കുടുംബത്തെ തുറന്നുകാട്ടുന്ന പരമ്പരയുടെ ഭാഗമായാണ് താൻ ഈ കാര്യങ്ങൾ പറയുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. 1962 യുദ്ധം നെഹ്റു നയിച്ചത് അമേരിക്കൻ പണം ഉപയോഗിച്ചാണെന്നും അതിന് ബിജു പട്നായിക് ഇടനിലക്കാരനായി നിന്നുവെന്നും ദുബെ ആവർത്തിച്ചു. ഇതിന് തെളിവായി നെഹ്റു ഉദ്യോഗസ്ഥർക്ക് എഴുതിയ 2 കത്തുകൾ താൻ പുറത്തുവിടുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അമേരിക്കൻ അംബാസിഡറോട് തന്റെ ജോലി ചെയ്യാൻ പറയുന്ന കത്തിൽ ബിജു പട്നായിക്കിനെ ഒരു വലിയ ദൌത്യത്തിനായി അയക്കുന്നുണ്ടെന്നും പ്രതിരോധ കാര്യങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ടെന്നും നെഹ്റു പറയുന്നുണ്ടെന്നാണ് ദുബെയുടെ വാദം. ബിജു പട്നായിക്കിനെ താൻ ബഹുമാനിക്കുന്നുണ്ടെന്നും എന്നാൽ നെഹ്റു കുടുംബത്തിന്റെ ചെയ്തികൾ ജനങ്ങൾ അറിയണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യസഭയിൽ ബി.ജെ.ഡി എം പി സസ്മിത് പത്ര ദുബെയുടെ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. സാധാരണയായി സഭാ നടപടികൾ തടസ്സപ്പെടുത്താത്ത പാർട്ടിയാണ് ബി.ജെ.ഡി എങ്കിലും ബിജു പട്നായിക്കിനെ CIA ഏജന്റ് എന്ന് വിളിച്ചത് അംഗീകരിക്കാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഭരണകക്ഷി ഇത്രത്തോളം തരം താഴ്ന്ന നിലവാരത്തിലേക്ക് പോകുന്നത് നിർഭാഗ്യകരമാണെന്നും ഇതിൽ പ്രതിഷേധിച്ചാണ് തങ്ങൾ ഇറങ്ങിപ്പോകുന്നതെന്നും അദ്ദേഹം സഭയിൽ വ്യക്തമാക്കി. ഒഡീഷയുടെ അഭിമാനമായ ബിജു പട്നായിക്കിനെ അപമാനിക്കുന്ന ബി.ജെ.പിയുടെ നിലപാട് രാഷ്ട്രീയ പ്രേരിതമാണെന്നും സസ്മിത് പത്ര കുറ്റപ്പെടുത്തി. ബിജു പട്നായിക്കിന്റെ അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രതിച്ഛായയെക്കുറിച്ചും സസ്മിത് പത്ര വിശദീകരിച്ചു. ഇന്തോനേഷ്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹം വഹിച്ച പങ്ക് ലോക പ്രശസ്തമാണ്. 2ാം ലോക മഹായുദ്ധകാലത്ത് റഷ്യക്കാരെ സഹായിച്ചതിലും നയതന്ത്രത്തെ ആഗോളതലത്തിൽ ഉയർത്തുന്നതിലും അദ്ദേഹം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനിയായ ഇത്തരമൊരു നേതാവിനെ CIA-യുമായി ബന്ധിപ്പിക്കുന്നത് അങ്ങേയറ്റം വേദനാജനകമാണെന്നും പത്ര പറഞ്ഞു. ബി.ജെ.പി എം പി ബൈജയന്ത് പാണ്ഡ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ബിജു പട്നായിക്കിനെ രാജ്യത്തിന്റെ വഴികാട്ടികളിൽ ഒരാളായാണ് വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ധീരമായ ദൌത്യങ്ങളും നയതന്ത്ര പ്രതിരോധ ഇടപെടലുകളും നമ്മുടെ റിപ്പബ്ലിക്കിനെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ദേശസ്നേഹത്തിന് മേൽ നിഴൽ വീഴ്ത്താനുള്ള നീക്കങ്ങൾ പമ്പര വിഡ്ഢിത്തമാണ്. അറിവില്ലായ്മയിൽ നിന്നുണ്ടായ ഇത്തരം അക്രമങ്ങൾ അയോഗ്യവും അംഗീകരിക്കാൻ കഴിയാത്തതുമാണെന്നും പാണ്ഡ വ്യക്തമാക്കി. വിഷയത്തിൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ തിരിച്ചടികൾ നേരിട്ടതോടെ ബിജു പട്നായിക്കിനോട് ബി.ജെ.പി എന്നും ബഹുമാനമാണ് കാണിച്ചിട്ടുള്ളതെന്നും കോൺഗ്രസ് ആണ് അദ്ദേഹത്തോട് അനീതി കാണിച്ചിട്ടുള്ളതെന്നും പറഞ്ഞ് തടിയൂരാനുള്ള ശ്രമവും ദുബെ നടത്തിവരുന്നുണ്ട്. തന്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് അദ്ദേഹം ഈ വിവാദ പരാമർശങ്ങൾ നടത്തിയത്. തന്റെ ട്വീറ്റുകളിൽ ആർക്കെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് താൻ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാമെന്നും എന്നാൽ താൻ പറയുന്ന വസ്തുതകളിൽ നിന്ന് വ്യതിചലിക്കാൻ തയ്യാറല്ലെന്നും ദുബെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു. നെഹ്റു കുടുംബത്തെ നേരിടാനുള്ള ആയുധമായി ബിജു പട്നായിക്കിനെ ഉപയോഗിച്ചത് ഫലത്തിൽ തിരിച്ചടിയാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ ദൃശ്യമാകുന്നത്. ഒഡീഷയിൽ അത്രയേറെ ജനസമ്മിതനായ ഒരു രാഷ്ട്രീയ അധികാരിനെ അധിക്ഷേപിച്ചതിൽ ജനങ്ങളും രോഷാകുലരാണ്. ബി.ജെ.പിക്ക് തിരിച്ചടിയാവുന്ന നടപടികൾ ബി.ജെ.ഡിയുടെ ഭാഗത്തുനിന്നും ഇനിയും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്.